അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ധനാഗമനത്തെ സൂചിപ്പിക്കുന്ന ചില സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളിലേക്ക് പണം വന്നു ചേരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ചില സ്വപ്നങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മൾ കാണുന്നതായിട്ടൊരു ബന്ധമില്ലാത്ത വ്യാഖ്യാനങ്ങളായിരിക്കും ചില സ്വപ്നങ്ങൾക്കൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സ്വപ്നങ്ങൾ നമുക്ക് വരാനിരിക്കുന്ന ധനാഗമനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പണത്തിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്ന ചില സ്വപ്നങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിലിപ്പോൾ ഏതാനും ചില സ്വപ്നങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പറയാൻ പോകുന്നത് മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണ് തിന്നുക, അല്ലെങ്കിൽ മണ്ണ് നമ്മുടെ മേത്ത് പതിക്കുക, അങ്ങനത്തതൊക്കെ സ്വപ്നം കണ്ടാൽ അത് സൂചിപ്പിക്കുന്നത് നമ്മൾ വലിയ ധനികനാകാൻ പോകുന്നു, വലിയ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നതിനാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് നെല്ല് അതായത് നെല്ല് നമ്മുടെ ധനാഗമനത്തിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ്. ധാരാളം നെല്ല് കണ്ടാൽ അതിന് വ്യാഖ്യാനം വരുന്നത് നമുക്ക് ധാരാളം സമ്പത്ത് വരാൻ പോകുന്നു എന്നതിനെയാണ്. പിന്നെ അതുപോലെ വേറെ പറയുന്നത് ഒന്നാണ് വാഴപ്പഴം നമ്മൾ തിന്നുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഹലാലായ രീതിയിലുള്ള ഒരു സമ്പത്ത് വരും, ഹലാലായ രീതിയിൽ നമ്മൾ സമ്പന്നനാകും, നമുക്ക് കൂടുതൽ ലാഭം കിട്ടും, കൂടുതൽ സമ്പത്ത് വരും, കൂടുതൽ ലാഭം കിട്ടും എന്നതിനെയാണ് ഈ വാഴപ്പഴം തിന്നുന്നത് എന്ന സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് ഒരാൾ നമുക്ക് വെള്ളം ഒഴിച്ചു തരുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ വെള്ളം നമുക്ക് ചൊരിഞ്ഞു തരുന്നത് കണ്ടാൽ, അത് നമുക്ക് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത് നമുക്ക് ആരുടെയോ കയ്യിൽ നിന്ന് ധനം കിട്ടുന്നുണ്ട്, ധനം കിട്ടാൻ പോകുകയാണ് എന്നതാണ് ആ സ്വപ്നത്തിനെ സൂചിപ്പിക്കുന്നത്. ആരെയോ കയ്യിൽ നിന്ന് നമുക്കൊരു ധനം കിട്ടും. അത് ഐസ് കട്ടയാകുന്നത് പോലെ ഉറക്കുന്നത് കണ്ടാൽ, ഐസ് പോലെ അത് ഉറച്ചു പോകുന്നത് കണ്ടാൽ അത് നമ്മളെ കയ്യിൽ നിന്ന് പാഴായി പോകില്ല, നമ്മളെടുത്ത് ഉറച്ചു നിൽക്കും ആ ധനം. അതുപോലെ തന്നെ നമ്മുടെ നെല്ലിൻ്റെ കേസ് പറഞ്ഞ പോലെ വേറൊന്നാണ് എള്ള് സ്വപ്നം കണ്ടാലും നമ്മൾക്ക് സമ്പത്ത് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് എള്ള് സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ധനാണ്. അതായത് ആ ധനം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, അതാണ് എള്ള് സ്വപ്നം കണ്ടാൽ സൂചിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് വീട് വലുതാകുക, അല്ലെങ്കിൽ വീട് നമ്മൾ വലുതാക്കുക, അങ്ങനെ എന്തെങ്കിലും സ്വപ്നം കണ്ടാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന വീട് വലുതാകുന്നതോ അല്ലെങ്കിൽ അതിനെ വലുതാക്കുന്നതോ കണ്ടു കഴിഞ്ഞാൽ നല്ല സമ്പത്ത് വർദ്ധിക്കും, നല്ല സമ്പന്നനാകും എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണത്. പിന്നെ പറയുന്നത് വിശാലമായ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് നമ്മെ പൊതിയുന്ന ഒരു സുഖമുള്ള കാറ്റ്, അത് സന്തോഷം, സമാധാനം, ധനം എന്നിവയെ സൂചിപ്പിക്കുന്ന സ്വപ്നമാണ്. പിന്നെ വേറൊന്ന് പറയുന്നത് ശുദ്ധമായ എണ്ണ ഒരാൾ നമുക്ക് തരുന്നത് കണ്ടാൽ ധനവും ഐശ്വര്യവും വർദ്ധിക്കാനുള്ളതാണ് ആ സ്വപ്നം. പിന്നെ അതുപോലെ തന്നെ ചുവന്ന അല്ലെങ്കിൽ കറുത്ത ഉണക്കമുന്തിരി ഇതുപോലെ നമുക്ക് ധനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ധനം വരാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് ചുവന്ന അല്ലെങ്കിൽ കറുത്ത ഉണക്കമുന്തിരി കാണുന്നത്. ഒരു പുരുഷൻ തനിക്ക് മോതിരം ലഭിക്കുന്നത് സ്വപ്നം കണ്ടാൽ അത് അവൻ ധനവാനാകാൻ പോകുന്നു എന്നതിന് സൂചനയാണ്. അതുപോലെ തന്നെ വൈക്കോല് നമുക്ക് ആരെങ്കിലും സമ്മാനമായി തരുന്നതോ അല്ലെങ്കിൽ വൈക്കോല് നമ്മൾ വാങ്ങുന്നതോ സ്വപ്നം കണ്ടാൽ അത് ഭാവിയിൽ ധനം, സ്വർണം എന്നിവ ലഭിക്കാനുള്ളതിൻ്റെ സൂചനയാണ്. പിന്നെ പറയുന്നത് തേന് ലഭിക്കുന്നത് സ്വപ്നം കണ്ടാൽ ധാരാളം ധനം വന്നു ചേരും, അല്ലെങ്കിൽ ഉപജീവനം മെച്ചപ്പെടും, അതുമല്ലെങ്കിൽ രോഗശമനം എന്നെല്ലാം അർത്ഥമുണ്ട് തേന് സ്വപ്നം കണ്ടാൽ. അതുപോലെ തന്നെ മറ്റൊന്നാണ് പാൽക്കട്ടി നമുക്ക് ആരെങ്കിലും തരുന്നതോ അല്ലെങ്കിൽ പാൽക്കട്ടി നമ്മൾ വാങ്ങുന്നതോ സ്വപ്നം കണ്ടാൽ ധനം, ഐശ്വര്യം, സമ്പത്ത് എന്നിവ വന്നു ചേരും എന്നതിൻ്റെ സൂചനയാണ് പാൽക്കട്ടി സ്വപ്നം കാണുന്നത്. അതുപോലെ മറ്റൊന്നാണ് തോട്ടത്തിൽ കയറി പഴങ്ങൾ തിന്നുന്നത് സ്വപ്നം കണ്ടാൽ. അത്
ധനികനിൽ നിന്നും നമുക്ക് സമ്പത്ത് ലഭിക്കും എന്നൊരു വ്യാഖ്യാനം ഉണ്ട് ആ ഒരു സ്വപ്നത്തിന്. ധനവാനാകും എന്നൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. അതുപോലെ ഗർഭിണിയാകുന്നത് സ്വപ്നം കണ്ടാൽ അത് ധനം വന്നു ചേരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ വയറ് ചെറുതാകുന്നത് സ്വപ്നം കണ്ടാല് ധനം വർദ്ധിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വയറ് വലുതാകുന്നത് സ്വപ്നം കണ്ടാല് നമ്മുടെ ധനം നഷ്ടപ്പെട്ടു പോകും, ധനം നശിച്ചു പോകും എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് താൻ കുഷ്ഠരോഗിയായത് സ്വപ്നം കണ്ടാല് നമ്മൾ തെറ്റിദ്ധരിക്കും അതൊരു ദുസ്വപ്നമാണ് അല്ലെങ്കിൽ അതൊരു ചീത്ത സ്വപ്നമാണ് എന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് പോലെ ആയിരിക്കില്ല, അതിന് വേറെ പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും. അപ്പോൾ കുഷ്ഠരോഗിയായത് സ്വപ്നം കാണുന്നത് ഒരു നല്ലൊരു സ്വപ്നമാണ്. അത് അർത്ഥമാക്കുന്നത് ധാരാളം ധനം ലഭിക്കും, ധനവാനാകും എന്നതിനെയാണ്. കുഷ്ഠരോഗിയായത് സ്വപ്നം കണ്ടാൽ അത് ധനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പറയുന്നത് വേവിച്ചതോ ചുട്ടതോ ആയ മാംസം ലഭിക്കുന്നത് സ്വപ്നം കണ്ടാൽ ധാരാളം ധനം വന്നു ചേരും എന്നതിന് സൂചനയാണ് വേവിച്ചതോ ചുട്ടതോ ആയ മാംസം ലഭിക്കുന്നത് സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ തടിച്ച പശുവിനെ സ്വന്തമാക്കുന്നത് സ്വപ്നം കണ്ടാല് സ്വപ്നം കണ്ടാല് ആ വർഷം ആ കണ്ടയാൾക്ക് ക്ഷേമപരമായിട്ടുള്ളൊരു വർഷമായിരിക്കും എന്നതാണ് വ്യാഖ്യാനം. അപ്പോ ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ധനാഗമനത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പറയാൻ നിന്നാൽ ഒരുപാട് സ്വപ്നങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.